ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 13ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആണെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആ പോട്ട് സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്ന ഇസഗിയും മറ്റുള്ളവരെയാണ്. സെക്കൻഡ് സെലക്ഷന്റെ ഭാഗമായിട്ട് പ്ലേയേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത ചെറിയ ഫീൽഡുകളും ഇതിന് മുൻപത്തെ സെലക്ഷനിൽ കണ്ട അതേ ഗോൾ കീപ്പേഴ്സിനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ 5 ഗോളുകൾ എടുത്ത് വിജയിക്കുന്ന ടീമിനെ തോറ്റ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കാം. തോറ്റ ടീമിൽ നിന്നും അവസാനം ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരാൾ പുറത്തു പോവേണ്ടി വരും. സോ ഇറ്റ്സ് 3 on 3. രണ്ടാമത്തെ സെലക്ഷനിൽ 3ാമത്തെ സ്റ്റേജ്, ദി റൈവൽറി ബാറ്റിൽ. നമ്മുടെ എതിരാളികൾ കൂടുതൽ റാങ്ക് നേടിയിട്ട് കാര്യമില്ല. ഈ 1, 2, 3 റാങ്ക് നിൽക്കുന്ന ഇവന്മാർക്ക് എന്റെ കഴിവെന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ടീമിനെ തോൽപ്പിച്ച് റിന്നിനെ എന്റെ ടീമിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. അങ്ങനെ മാച്ച് ആരംഭിക്കുകയാണ്. റെഡ് വേഴ്സസ് വൈറ്റ്. ബാച്ചറയാണ് ബോളും കൊണ്ട് പോകുന്നത്. ട്രിബിളിംഗ് എല്ലാം ചെയ്ത് അവരെ തടയാൻ ചെയ്യുന്ന ആവോഷിയെ മറികടന്ന് പോവാണ് ബാച്ചറ. സോ ഇപ്പൊ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് റിന്നാണ്. റിന്നിനെയും മറികടന്ന് അവനിപ്പോ പോകുന്നു പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒന്ന് റിയാക്ട് പോലും ചെയ്യാതെ റിൻ അവിടെ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ബാച്ചറ ഞാഗിക്ക് ബോൾ മുകളിലൂടെ പാസ് ചെയ്യുന്നു. പെട്ടെന്നാണ് അറിയ അവന്റെ പുറകിലോട്ട് വരുന്നത്. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം നേരം നിന്നെ കൊണ്ട് എന്നെ മറികടന്ന് പോവാൻ സാധിക്കില്ല എന്നറിയോ പറയുന്നു. ഇത് കേട്ട് നാഗി പെട്ടെന്ന് എന്നെ ബോൾ ഇസഗിക്ക് നേരെ ഇട്ടു കൊടുക്കുന്നു. ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് പറ്റിയ സമയം എന്ന് പറയുവാണ് നാഗി. സോ ഇസഗി അവന്റെ ഡയറക്റ്റ് ഷോട്ട് അടിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഫസ്റ്റ് ഗോൾ അവർ നേടിയിരിക്കുന്നു. ഇതേ സമയം നാഗിയും ബാച്ചറയും അവനെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ലെവലിലുണ്ടായ ആ ട്രെയിനിങ് ആണ് ഇതിന് കാരണം. കറങ്ങി വളരെ വേഗത്തിൽ വരുന്ന ബോൾ ലക്ഷ്യത്തിലെത്തിക്കാൻ അതാണ് എന്നെ സഹായിച്ചത്. ഇങ്ങനെ തന്നെ പോയാ തീർച്ചയായിട്ടും എനിക്ക് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇസഗി പുറകിലോട്ട് തിരിയുന്നു. അപ്പോഴാണ് വളരെ കൂളായിട്ട് നിൽക്കുന്ന റിന്നിനെ അവർ കാണുന്നത്. നിങ്ങളെ പോലെയുള്ളവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളുടെ സ്കിൽസ് എല്ലാം വളരെയധികം കുറവാണ്. നിങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഗെയിം ആയിട്ടാണ് കാണുന്നത്, എന്നാൽ ഞാനിത് ഒരു വാറായിട്ടാ കാണുന്നത്. സോ ഒരു ബാറ്റിൽ ഫീൽഡിൽ നടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കൂ എന്നും പറഞ്ഞ് റിൻ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ആ പന്ത് കിക്ക് ചെയ്യുന്നു. സോ കീപ്പറെ കൊണ്ട് പോലും തടയാൻ സാധിക്കാത്ത ആ ബോൾ അതൊരു ഗോളായി മാറുന്നു. ഇത് കണ്ട് ഇസഗിയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹോളി ക്രാപ്പ്. സോ ടീമിന്റെ സഹായമില്ലാതെ അവൻ ഒറ്റയ്ക്ക് ഗോൾ അടിക്കുന്നത് കണ്ടിട്ട് അരിയുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തായാലും ശത്രുവായാലും നിങ്ങളെല്ലാം എന്റെ ലക്ഷ്യത്തിലോട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ശരി, ഇത് പെട്ടെന്ന് അവസാനിപ്പിക്ക്. എന്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത് എന്ന് പറയുവാണ് റിൻ. ഹേയ് നിൽക്ക്, 1 മിനിറ്റ്. ഞങ്ങളെ പോലെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇസഗി. ഡ്രീം ഇതുപോലെ സങ്കടവും നിരാശയുമല്ല. ഫുട്ബോളിൽ തോൽക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കാരണം നഷ്ടപ്പെടുക എന്നതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മരണം പോലെയാണ്. എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ മരണത്തോടുള്ള പോരാട്ടമാണ്. ഇത് കേട്ട് ഇവന് ചെറിയ ഭ്രാന്തൊന്നുമല്ല എന്ന് പറയാണ് അറിയൂ. നിങ്ങളുടെ ഒരേപോലെയുള്ള ഈ മനസ്സും ഉത്സാഹമില്ലാത്ത ഈ മാച്ചും ഇവിടെ വെച്ച് അവസാനിക്കും. സോ ഇതൊക്കെ കേട്ട് ഞാഗിക്കും ബാച്ചറയ്ക്കും ഇസഗിക്കും ഒക്കെ നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. അപ്പോൾ ഞങ്ങൾ മരണത്തോടാണല്ലേ മല്ലിടുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. പിന്നീട് നമ്മൾ കാണുന്നത് ബോളും കൊണ്ടുപോകുന്ന ബാച്ചറേനെയാണ്. അവിടെ നിൽക്കുന്ന നാഗിക്ക് പെട്ടെന്ന് ബാച്ചറ ബോൾ പാസ് ചെയ്യുന്നു. അവനത് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആരെയോ അവന്റെ മുമ്പിലോട്ട് വരുന്നത്. വളരെ ഹൈറ്റിൽ ചാടിക്കൊണ്ട് അവൻ ആ ബോൾ എടുക്കുന്നു. ഇത് കണ്ട് അവരെല്ലാവരും ഞെട്ടുന്നു. നിങ്ങളുടെ ഓരോ ടച്ചും വളരെയധികം ആകർഷണീയമായിരിക്കാം, പക്ഷെ നിങ്ങളെ കൊണ്ട് അത് ടച്ച് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഷൈൻ ചെയ്യാൻ സാധിക്കില്ല. 190 സെന്റിമീറ്ററുള്ള എന്നെക്കാൾ ഹൈറ്റിൽ അവൻ എങ്ങനെയാ ചാടിയെ എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് നാഗി. ഇതേ സമയം അവോഷിയുടെ കയ്യിലുണ്ടായിരുന്ന ബോൾ പേടിച്ചു പറഞ്ഞുകൊണ്ട് തട്ടി അവൻ നേരെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി കിക്ക് ചെയ്യുന്നു. എന്നാൽ ഇതിനോടകം അങ്ങോട്ട് വന്ന ഇസഗി അത് പിടിക്കുവാണ്. അറിയോക്ക് അത് കിട്ടാത്ത രീതിയിൽ അവനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ് ഇസഗി. എന്നാൽ പെട്ടെന്ന് അവന്റെ കാലുകൾ മുൻപിലൂടെ വന്ന് ഇസഗിയുടെ കയ്യിലുണ്ടായിരുന്ന പന്ത് അങ്ങ് തട്ടുന്നു. സോ അവൻ ബോൾ കിക്ക് ചെയ്തത് മാത്രമല്ല അത് ഗോളും ആവുന്നുണ്ട്. ഇത് കണ്ട് ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ കറക്റ്റ് പൊസിഷനിൽ എല്ലാഞ്ഞിട്ട് പോലും അവൻ എങ്ങനെയാ ബോൾ കിക്ക് ചെയ്തേ എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സത്യം പറഞ്ഞ ഇവൻ വേറെ രീതിയിലുള്ള ഒരു മോൺസ്റ്ററാ. ഇപ്പൊ ഈ സ്റ്റേഡിയത്തിൽ മറ്റാരെക്കാൾ കൂടുതൽ എന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വീണ്ടും മാച്ച് ആരംഭിക്കുന്നു. ബോൾ കൊണ്ട് ഇപ്പൊ പോകുന്നത് ബാഷറയാണ്. അവോഷിക്ക് നേരെ പോകുന്ന ബാഷറയെ കണ്ട് അവൻ പേടിച്ചു നിൽക്കുന്നു. ഓൾറെഡി അവർ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്തു. ഞാനിങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, എനിക്കും ഗോൾ അടിക്കണം എന്ന് പറഞ്ഞ് അവൻ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് ബാഷറ അവനെ കട്ട് ചെയ്ത് പോകുന്നത്. പെട്ടെന്ന് വളരെ വേഗത്തിൽ അവോഷി ഇവന്റെ പുറകെ വരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ബാഷറ വീണ്ടും അവനിൽ നിന്ന് ബോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് ബാഷറയെ തടയുവാണ്. ബാഷറയുടെ കയ്യിലുണ്ടായിരുന്ന ബോൾ അവൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. സോ അവന്റെ വേഗത കണ്ട് ഇസഗി അവനെ തന്നെ നോക്കി നിൽക്കുന്നു.
റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് ഇസഗി. പെട്ടെന്ന് ഇസഗിയെ മറികടന്ന് പോവാൻ ശ്രമിക്കുന്ന ആവോഷിയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ഇസഗി. എന്നാൽ അവനോടുന്ന ആ ഫോഴ്സ് കാരണം അവൻ പമ്പരം പോലെ കറങ്ങുന്നു. ഇതിനോടകം ഗോൾ പോസ്റ്റിന് അടുത്തെത്തിയ ആവോഷി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ കൂടി അടിക്കുന്നു. ഇതൊക്കെയാണ് ഇസഗി. ആരടാ ഇവൻ? എന്നെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ വെറുക്കും, എനിക്കെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്നാ ഇതൊക്കെ അറിയോ ആവോഷി, നീ ശരിക്കും ഒരു സൈക്കോ ആണോ എന്ന് ചോദിക്കുന്നു. സോ താഴെ കിടക്കുന്ന ഇസഗിക്ക് ഇവർ 3 പേരും വിചിത്രമായിട്ടുള്ള മോൺസ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. കാരണം അവർ ടീമായിട്ടല്ല കളിക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ഞങ്ങളുടെ ടീം ഒരേ ബിൽഡിംഗിൽ ഒരേപോലെയായിരുന്നു പോരാടിയിരുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തരെയും പരസ്പരം മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുന്നത്? ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനെല്ലാം അർത്ഥം ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നാണോ എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് ഇസഗി. ഇവിടെ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുമ്പോ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നുന്നു. പക്ഷേ ഇനി നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത് എന്ന് പറഞ്ഞ് നാഗി ഒരു പ്ലാൻ പറയുന്നു. സോ ഇതുവരെ റിയോ പറഞ്ഞത് മാത്രം കേട്ടിരുന്ന നാഗി അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ പ്ലാനുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ മാച്ച് വീണ്ടും ആരംഭിക്കുന്നു. ഇപ്രാവശ്യം അവർ ട്രയാങ്കിൾ ഫോർമേഷൻ എന്നൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇവരുടെ ഈ ഫോർമേഷൻ കാരണം 15 മീറ്ററിനുള്ളിൽ അവർ 3 പേരും ഉണ്ടായിരിക്കണം. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബോൾ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത് നമ്പർ 2 ഹൈറ്റിൽ ചാടി ആ ബോൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കും. എന്നാൽ അടുത്തു നിന്നും വളരെ സ്ലോ ആയിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്പർ 3 വന്ന് അവരുടെ കയ്യിൽ നിന്നും ആ ബോൾ തട്ടിയെടുക്കും. സോ ഇതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ വളരെ വേഗത്തിൽ ബോളുകൾ പാസ് ചെയ്യണമെന്നുള്ളതാണ്. സോ വളരെ വേഗത്തിൽ ബോളുകൾ പാസ് ചെയ്യുന്നത് കൊണ്ട് ആരാണ് ഗോൾ അടിക്കാൻ പോകുന്നത് എതിർ ടീമിലുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യം ചെയ്യുന്നത്. ഇതേ സമയം ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഇസഗി ഓടിക്കൊണ്ടിരിക്കുന്നു. സോ ബാഷിറ അവന് ബോൾ പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് റിൻ ഇസഗിയുടെ മുൻപിലോട്ട് വരുന്നത്. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? നിന്നെ കൊണ്ട് എന്ത് കാര്യമാണ് കാണാൻ സാധിക്കുന്നത്, അതേ കാര്യം എന്നെ കൊണ്ട് കാണാൻ സാധിക്കും എന്ന് പറയാണ് റിൻ. ഇത് കണ്ട് ബാച്ചിറ നാഗിക്ക് നേരെ ബോൾ പാസ് ചെയ്യുന്നു. പക്ഷെ എപ്പോഴത്തെയും പോലെ ആയിരുന്നില്ല അത്. റിയോ അവന് ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് നേരെയായിരുന്നു വന്നിരുന്നത്. എന്നാ ബാച്ചിറ അവന് ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഉരുണ്ടുകൊണ്ടാണ് വരുന്നത്. ഇത് മനസ്സിലാക്കിയ നാഗി ബോൾ പുറകിലെത്തിയതും കാലുകൊണ്ട് അത് കിക്ക് ചെയ്യുന്നു. സോ അവിടെ നിന്ന് തെറിച്ചു പോയ ബോളിന്റെ പുറകെ തന്നെ പോവാണ് നാഗി. സോ ബാച്ചിറ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം നാഗിക്ക് മനസ്സിലാവുന്നു. പെട്ടെന്ന് നാഗി ആ ബോൾ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ ഒരു ഗോള് കൂടി അവർ സ്കോർ ചെയ്തിരിക്കുന്നു. ഇവർ രണ്ടുപേരും ആ കെമിക്കൽ റിയാക്ഷനിൽ വന്നു കഴിഞ്ഞു. ഈഗോയും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനിൽ ആക്രമണകാരികൾ മാത്രമാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് എന്ന് ഈഗോ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. നാഗി ബാച്ചിറ കൊള്ളായിരുന്നു, ഇതുപോലെയുള്ള പാസുകളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. റിയോയുടെ പാസുകൾക്കൊപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നാ വിഷയൻ പറയുന്നത് പോലെ ആയിരുന്നു എപ്പോഴും. പക്ഷേ ബാച്ചിറയിൽ നിന്നുള്ള ആ പാസ് എന്റെ തലയിലോട്ട് ഒരാശയം അടിച്ചേൽപ്പിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയ എന്ന് പറയുവാണ് നാഗി. സോ ഇതുപോലെ തന്നെ ഇനിയും ഗോളുകൾ അടിക്കാനാണ് അവരുടെ പ്ലാൻ. വീണ്ടും കളി ആരംഭിക്കുന്നു. കഴിഞ്ഞ സ്കോർ എടുത്തതുപോലെ തന്നെ റിൻ സെന്റർ ബോളിൽ നിന്നും ബോൾ കിക്ക് ചെയ്യുന്നു. ഗോൾ പോസ്റ്റിന് അടുത്തെത്തിയ ബോൾ പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഇസഗി തടയുവാണ്. സോ ഇതൊരിക്കലും റിൻ പ്രതീക്ഷിച്ചില്ല. ഗോൾ അടിക്കുന്ന കാര്യം അവർ രണ്ടുപേരും നോക്കിക്കോളും, ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നാ മതി. എതിർ ടീമിന്റെ പവർ എന്താണെന്ന് എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി. അവരെ കൊണ്ട് ഗോൾ അടിക്കാതെ ഞാൻ നോക്കിയാ മതി. എന്റെ ഒരേ ഒരു വെപ്പൺ എന്ന് പറയുന്നത് അത് ബ്രെയിൻ ആണ്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള സമയം വന്നു കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. എന്നാ ഇസഗി അടിച്ചപ്പോൾ പുറത്തോട്ട് പോയതുകൊണ്ട് ഇപ്പൊ കോർണറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. റിന്നാണ് കോർണർ കിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്പർ 2നെയും നമ്പർ 3നെയും ബാച്ചിറയും നാഗിയും ചേർന്ന് തടയുന്നു. നമ്പർ 2നോ നമ്പർ 3കോ അഥവാ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോൾ അടിക്കാത്ത രീതിയിൽ തടഞ്ഞു നിൽക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇസഗി. അങ്ങനെ റിൻ ബോൾ കിക്ക് ചെയ്യുന്നു. ഒരുപാട് ഹൈറ്റിൽ ബോൾ കറങ്ങി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അതെങ്ങോട്ടാ പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് ഗോൾ പോസ്റ്റിന്റെ ഒരു കോർണറിലോട്ട് ആ ബോൾ വളഞ്ഞു തിരിഞ്ഞ് കയറുന്നത്. സോ കോർണറിൽ നിന്ന് റിൻ വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് തന്നെ ഒരു ഗോൾ അടിച്ചിരിക്കുവാണ്. ഇത് കണ്ട് ഇവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി ഒരു ഗോള് കൂടി അടിച്ചാൽ അവർ ഈ മാച്ചിൽ വിജയിക്കും, എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞേ പറ്റൂ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. സോ 2-4 വിജയിച്ചു നിൽക്കുന്ന ടീം റെഡിനെ ഇനി ഒരു സ്കോർ കൂടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഇസഗിയുടെ ടീം അവരുടെ പ്ലാൻ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബാച്ചിറയും നാഗിയും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ നേരത്തെ വർക്കായി. എന്നാ ഇപ്പോ ഞാനാണ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. ഞാനും ഇപ്പോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയേ പറ്റൂ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് മാത്രം മിസ്സാവുന്ന ആ എലമെന്റ് എന്താ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ഇങ്ങനെ എത്ര നേരം നിങ്ങൾ പാസ് ചെയ്ത് കളിക്കും? ശരിക്കും സ്വയം നിങ്ങളൊരു സ്ട്രൈക്കറായിട്ട് കരുതുന്നുണ്ടോ? കമ്മോൺ, ഈ മത്സരം എപ്പോഴേ അവസാനിച്ചു?
എന്നെ വില കുറച്ച് കാണരുത് റിൻ. നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ പുറകിലുള്ള ആ വലിയ സ്പേസ് നീ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാച്ചറയെ വിളിക്കുവാണ് ഇസഗി. പെട്ടെന്ന് ബാച്ചറ ബോൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ ഒരു ഗോൾ എന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ സാധിക്കും. എന്തുപറ്റി? നീ നല്ലൊരു ഓപ്പൺ സ്പേസ് കണ്ടെത്തിയോ? ഒരു മനുഷ്യന്റെ കണ്ണ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതെങ്കിലും പോയി പഠിക്ക്. ശരിക്കും നീ ഒരു വേസ്റ്റ് തന്നെ എന്ന് പറയുവാണ് റിൻ. ഇത് കേട്ട് ഇസഗിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവനെങ്ങനെയാ ഇങ്ങോട്ട് വന്നേ? ഞാൻ കണ്ടുപിടിച്ച ഫീൽഡ് അതെങ്ങനെയാ ഇവന് മനസ്സിലായേ? ഇവിടെ എന്തേ ശരിക്കും നടക്കുന്നേ? ഞാൻ ചെയ്യാൻ പോകുന്ന മൂവ്മെന്റ്സ് അവനെ കൊണ്ട് എങ്ങനെയാ മുൻകൂട്ടി കാണാൻ സാധിച്ചേ? നിനക്ക് കാണാൻ പറ്റുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലെന്ന് നീ വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സെൻസ് ചെയ്ത ആ ഗോൾ അത് ശരിക്കും ഇവന്റെ കളിയായിരുന്നു. ഞാൻ അത് സെൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഇവൻ അങ്ങനെ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇല്ല, ഞാൻ ചതിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ ഫീൽഡ് നിയന്ത്രിച്ചത് അവനായിരുന്നോ? ഇല്ല ബാച്ചറ, നാഗി അവനെ തടയ്. റിനിന്റെയും ഇസഗിയുടെയും കഴിവുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് ആലോചിക്കുകയാണ് ഇസഗി. എന്നിട്ടും അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതിനോടകം ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കിയ റിൻ ഒരു കിടിലം ബനാന കിക്ക് അടിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പോകുന്ന ആ ബോളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസഗി. ആദ്യത്തെ 5 ഗോളുകൾ അടിച്ച് ടീം റെഡ് അവിടെ വിജയിച്ചിരിക്കുന്നു. എന്നിട്ടും റിനിന്റെ അവസാനത്തെ ആ കിക്ക് കണ്ട് ഇസഗി ഫ്രീസ് ആയിട്ട് അവിടെ നിൽക്കുന്നു. വിജയിച്ച ടീം തോറ്റ ടീമിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് കൊണ്ട് ഇസഗിയുടെ ടീമിൽ നിന്നും ബാച്ചറയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. ഹേയ്, നിന്റെ ആ പാസ് അത് വളരെയധികം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഇൻഡിവിജ്വൽ സ്കിൽ ഉണ്ട്. എങ്കിൽ പോലും നീ കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ശക്തമായി മാറും. നിങ്ങളുടെ 2 പേരുടെയും സംസാരം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. ചെറിയ ഹെയർ സ്റ്റൈലുള്ള നീ വെറുതെ വഴിതെറ്റി പോവരുത്. നിന്റെയൊക്കെ ഫ്യൂച്ചർ എന്റെ കയ്യിലാ എന്ന് പറഞ്ഞ് റിൻ അവിടെ നിന്നും പോകുന്നു. ഓച്ചേ, അവസാനം വരെ ഇസഗിയുടെ കൂടെ ചേർന്ന് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് പോണം, അതല്ലേ റൂൾ. ഇസഗി, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കില്ല. നിനക്ക് എന്നെ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോക്കോ. എന്റെ ഉള്ളിലെ മൃഗത്തെ ഞാൻ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞ് ബാച്ചർ അവരുടെ കൂടെ പോകുന്നു. ഇനി മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ ഞാൻ വേട്ടയാടേണ്ടി വരും. സ്വാർത്ഥത നിറഞ്ഞവർ മാത്രമേ ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യൂ. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാ മാച്ചിലും ഇസഗിയുടെ കൂടെ ഉണ്ടാവണമെന്നായിരുന്നു ബാച്ചർ വിചാരിച്ചിരുന്നത്. എന്നാൽ ബ്ലൂ ലോക്കിന്റെ നിയമം അനുസരിച്ച് തോറ്റ ടീമിൽ നിന്നും ജയിച്ച ടീം ഒരാളെ തെരഞ്ഞെടുത്തു. ബാച്ചറയ്ക്ക് അവരുടെ കൂടെ പോവുകയല്ലാതെ വേറെ മാർഗമില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ അടുത്ത സമയം ബൈ.